ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞു, അതിക്രമിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ മലയാളം മീഡിയം പഠിച്ചാണ്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം നഴ്സറി വിട്ടിട്ട്. അപ്പോൾ അവിടെ മലയാളത്തിലാണ് എല്ലാം പഠിച്ചത്. നല്ലതാണ്, നല്ല കാര്യങ്ങളും നല്ല ഫ്രണ്ട്സുകൾ, നല്ല രസമായിട്ട് പോണ്. നമ്മൾ 10ാം ക്ലാസ് വരെ എൻജോയ് ചെയ്തു. ഇപ്പോൾ ആനി ടീച്ചർ നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കുന്നു ഒക്കെ നമ്മൾ പഠിച്ചു. പ്രവേഗം പഠിച്ചു, പ്രവേഗം, മാസ്, ഭാരം, അല്ലെങ്കിൽ ആക്കം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ മിനി മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അത് ഈ കറണ്ട് ഉണ്ടാകുന്നത്, ഇത് EMF ഉണ്ടാവുന്നത്, നമ്മുടെ മാഗ്നറ്റ് ഇങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ പുനർഹിമാനൊക്കെ നമ്മൾ 2 ദിവസം മുട്ടിച്ചു. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ടീച്ചറിൻ്റെ മാത്സ് ഇതൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ്. നമ്മൾ രസമായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നു. സയൻസൊക്കെ നമുക്ക് താല്പര്യം. ഇപ്പോൾ നല്ല സപ്പോർട്ടുള്ള സ്കൂളിൽ നമ്മൾ പഠിച്ചു വളർന്നത്. ഇപ്പോൾ പാട്ടായിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, ഫുട്ബോൾ, ക്രിക്കറ്റ്, രസമായിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് വണ്ണിലെത്തിയപ്പോൾ മൊത്തം ഇംഗ്ലീഷ്. അതായത് CBSE ഉണ്ട്, ICSE ഉണ്ട്, സ്റ്റേറ്റ് സിലബസ്, CBSE അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ മലയാളം കൂടി പഠിച്ചതിൻ്റെ പ്രശ്നം പറയില്ല, മലയാളത്തിൽ ഞാൻ പഠിച്ചതിന് എനിക്കുണ്ടായ പ്രശ്നം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പ്രവേഗം അത് വെലോസിറ്റി പ്ലസ് വണ്ണിലെത്തിയപ്പോൾ, പിന്നെ ഭാരം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ ഭാരം പഠിച്ചു. അതെത്തിയപ്പോൾ മാസ്, പിന്നെ ആക്കം, മൊമെൻ്റായി. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ആ ടൈമിലൊക്കെ. ഇപ്പോൾ നമ്മൾ എൻട്രൻസിന് പോയി, അപ്പോഴും നമുക്കറിയില്ല പ്ലസ് വണ്ണിലെത്തിയപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് പാസ്സായി പോകുന്നു. ഭയങ്കര സ്ട്രഗ്ലിങ്, അതൊരു നൈറ്റ് മെയർ പ്ലസ് വൺ എന്നൊക്കെ പറയുമ്പോൾ. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു രക്ഷയില്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചേർന്നു. എഞ്ചിനീയർ എന്ന ഫൈനലക്രമായി മൊത്തം ഇംഗ്ലീഷ്, പേടിയാണ് മൊത്തം ഇംഗ്ലീഷ്. നമ്മൾ ആകെ സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ എടുക്കാൻ ചെല്ലും, അവർക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അവർ പഠിക്കുന്നുണ്ടില്ലേ ഇംഗ്ലീഷ് പറയുമ്പോൾ. അതൊക്കെ ഇത്തിരി സ്ട്രഗ്ലിംഗ് ആണ്. നമ്മളൊക്കെ മാറ്റേണ്ട കാര്യം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വെലോസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൊമെൻ്റ് എന്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ എഴുതി അവിടെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ സാർ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ വെച്ചോ, മലയാളത്തിൽ വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാക്കാനല്ലേ. ശരിയാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല മാഷന്മാരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ ഒരു വലിയ കെട്ട് ബുക്കുണ്ട്, അതിൻ്റെ ഓർഡർ ഞാൻ തന്നെയാണ്, നമ്മളെന്നെ എഴുതിണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളങ്ങനെ പഠിച്ചത്. പക്ഷേ ഭയങ്കര സ്ട്രഗ്ലിംഗ്. എന്തിനാ ഈ പിള്ളേരെ കയ്യിലേക്ക് വലിച്ചിറക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നീറ്റ് എക്സാമിൽ കടക്കണമെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, അതായത് ദേശീയ യോഗ്യതാ പ്രവേശന പരീക്ഷ. അപ്പോൾ കുൽക്കർണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കാരണം നമ്മൾ ആകെ വിട്ടു. കെമിസ്ട്രി പ്രൊഫസറാണ് ഇതിൻ്റെ എല്ലാം ആൾ കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാക്കുക. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ നോ ഹീറോ വർഷിപ്പ്, അതായത് വലിയ ദൈവമായിട്ടൊന്നും കണ്ട ആവശ്യമില്ല, ക്രിയേറ്ററായിട്ടൊന്നും കണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രകാരം നമുക്ക് അംബേദ്കർ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുന്നുണ്ട്. ഗാന്ധിജിയിലും എല്ലാവരും നമുക്ക് നമ്മുടെ നല്ലൊരു രാജാവായിട്ട് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യയിൽ, നല്ല രാജ്യമാണ് നമ്മുടെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 15 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19(1)(c) അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19(1)(e) ഇതൊക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ ഗാന്ധിജീനെ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ സ്റ്റാർട്ടിങ് അന്നാണല്ലോ സമരത്തിൻ്റെ ഒക്കെ. അദ്ദേഹം അങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളക്കാർ പറഞ്ഞ വിഭജനം എന്ന് പറഞ്ഞിട്ട് സാറിനെ ഗാന്ധിജീനെ ട്രെയിനിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അദ്ദേഹം സത്യാഗ്രഹം ഇരുന്നു. അതുപോലെയുള്ള നല്ല നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതൊക്കെ അല്ലേ ഗാന്ധിജിയുടെ സത്യാന്വേഷണ കഥകളൊക്കെ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അത്രയും വലിയ മഹന്മാർ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരായാലും കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അതായത് ചിലപ്പോൾ സ്വർണ്ണം മോഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കളിക്കാൻ വേണ്ടിയിട്ട് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവർ നന്നാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ തെറ്റിലേക്കല്ല, നല്ല ഇതിലേക്ക് നമുക്ക് പോകണം, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭരണാധികാരികൾ നമ്മൾ ഇപ്പോൾ വലിയ രാജാക്കന്മാരായിട്ടൊന്നും വലിയ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. PM ആയാലും CM ആയാലും മനുഷ്യന്മാർ ഇപ്പോൾ 100 കൊല്ലം ജീവിക്കണം, അവർ മരിച്ചു പോകുന്നു. എല്ലാവരും നമ്മൾ അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇത് കുറച്ചാൾ നമ്മളൊരു പ്രകൃതിയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അത് കുറച്ച് കളി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മുടെ അല്ല, അത് വേറെ ആൾക്ക് ഇങ്ങനെ പോകും. എത്ര ലക്ഷക്കണക്കിന് മില്യൺ ഡിനോസറുകൾ അവരൊക്കെ ജീവിച്ച നാടല്ലേ നമ്മുടെ ഭൂമി. അപ്പോൾ അതൊക്കെ അങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ പെരിഞ്ചേരി എന്ന് പറഞ്ഞാലും, ചോറ് എന്ന് പറഞ്ഞാലും, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാലും, കർണാടക എന്ന് പറഞ്ഞാലും, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാലും, ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ തന്നെ, തമിഴ്നാട് എന്ന് പറഞ്ഞാലും നമ്മുടെ തന്നെ. ഒരു വേർതിരിവില്ല. ആർട്ടിക്കിൾസൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ നമ്മുടെ കൂടി ഉണ്ട്. ഒരു വേർതിരിവില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ രാജാവ്, അങ്ങനെ മതി. പിന്നെ പബ്ലിക് സർവൻസ് ആയിട്ട് വരുന്നത് അവരുടെ ഡോപ്പമീനായാലും ഓക്സിറ്റോസിനായാലും അവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവർ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ ടാക്സ് കൊടുത്തിട്ട്, അതായത് എൻ്റെ പൈസ, നിൻ്റെ പൈസ, നമ്മുടെ പൈസ കൊടുത്തിട്ട് ഇവർ
രാഷ്ട്രീയക്കാർ അവർക്ക് സാലറി കിട്ടുന്നത് കളക്ടറായാലും പോലീസായാലും ഒക്കെ ജനങ്ങൾക്കൊരു ഒരു അല്ലെങ്കിൽ ഇവരെ ആവശ്യമില്ലല്ലോ. എല്ലാം നല്ല മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൽ ആകെ 2 കാറ്റഗറിയുള്ളൂ, നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ കോർട്ടിസോളയിൽ അഡ്രിനാലിനും കൂട്ടാണ്ടും അതൊക്കെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറൽ സെറോട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനൊക്കെ കൂട്ടാനുള്ള ഐഡിയയിൽ നമ്മൾ പോകണം. പിന്നെ നമുക്ക് ഇങ്ങനെ പുതുമുതൽ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ടാക്സാണ്. അപ്പോൾ അത്ര കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കാം. പക്ഷേ അതും അവിടെ പണിപാരും. BNS ഇപ്പോൾ IPC ഇല്ലല്ലോ, അപ്പോൾ BNS അത് ഭാരതീയ ന്യായ സംഹിത അത് വഴിയിട്ട് നമ്മുടെ BNS സെക്ഷൻ 326 സെക്ഷൻ 287. അപ്പോൾ അതിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോകുന്ന കൊണ്ട പൊതുമുതലാണ്, നമ്മുടെ മുതലുകളാണ്, അതൊന്നും നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നീറ്റായിട്ട് നമുക്ക് താല്പര്യമില്ല. നിങ്ങളിത് ഒരു ദൈവമായിട്ടാണ് ഇപ്പോൾ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ട്, അപ്പോൾ ദൈവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് ക്രിയേറ്ററായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഹോർമോണും പിന്നെ സയൻസ് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പിള്ളേർ വഴി തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തൂഫാനുണ്ട്, 2 ഇപ്പോൾ 2 വരുന്നുണ്ട്, ഇനി നമുക്ക് 3 ഇറക്കണം. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ നല്ലതാണ്. അപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ അതായത് താൽക്കാലിക സന്തോഷം, ടെമ്പററി. അപ്പോൾ ഇപ്പോൾ ഒരു MDMA അടിച്ച ആൾക്ക് തലച്ചോറിൽ ഒരു സെറോട്ടോണിൻ എന്ന് പറഞ്ഞൊരു 900% അല്ലെങ്കിൽ ഡോപ്പമിൻ ഒരു 400% കയറി. പിന്നെ അത് പെട്ടെന്ന് ഒരൊറ്റടിക്ക് ഇറങ്ങണ്, അവനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തു. പിന്നെ അത് സീരിയസ്നെസ് പിള്ളേർ മനസ്സിലാക്കണില്ലേ, എത്ര നാൾ സന്തോഷിക്കാം. പിന്നെ ഒരൊറ്റടിക്ക് ഇറങ്ങി ശരീരത്തിൽ നിന്നുള്ള, അതായത് തലച്ചോറ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 100 കൊല്ലത്തേക്ക് എടുത്ത് വെച്ചാൽ ഈ ഡോപ്പമിനും ഈ സെറോട്ടോണിൻ സന്തോഷത്തിൻ്റെ ഹോർമോൺ അവന് MDMA ഒറ്റയടിക്ക് അടിച്ചപ്പോൾ തീർന്നു. പിന്നെ അവനൊന്ന് ആക്റ്റീവ് ആവാൻ ഒരു നോർമൽ ആവാൻ വേണ്ടിയിട്ട് പിന്നെ അടിച്ചു, പിന്നെയും അതിൻ്റെ അപ്പുറത്തേക്ക് പോയി പിന്നെയും അടിച്ചു. പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞല്ലോ. പിന്നെ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് തിരിച്ച് പിടിച്ച് കൊണ്ടുവരണം. അതിലേക്കൊന്നും വീഴാണ്ട് പിള്ളേരൊക്കെ നമുക്ക് മാറ്റണം. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് എന്നിട്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ യുഗമാണ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ നന്നാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു ചാക്ക് കൊണ്ടുപോയിക്കുക. അപ്പോൾ ഒരു പാട്ട് പാടാൻ ഹെൽപ്പ് ചെയ്യുക, ഒരു പാട്ട് പാടിപ്പിക്കുക, നമ്മൾ ക്ലാപ്പ് ചെയ്യുക, റിവാർഡ്സ് കൊടുക്കുക പിള്ളേർക്ക്. അവർ അതിൽ സന്തോഷം കണ്ടെത്തട്ടെ. അവരെ നമ്മളെല്ലാവരും ഫുൾഫിൽ ചെയ്യാനാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ജീവിക്കുന്നത്. ഞാനായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ആയാലും ഇപ്പോൾ എന്ത് പ്രസിഡൻ്റ് ആയാലും ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആയാലും പോലീസായാലും അഡ്വക്കേറ്റ് ആയാലും സ്വീപ്പറായാലും എല്ലാ ജോലിയും അവരൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് ആ ജോലിയിൽ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അവരെ സെറോട്ടോണിൻ കൂട്ടാനൊക്കെ ഓക്സിഡോസിൻ കൂട്ടാനൊക്കെ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പിള്ളേർ ഒരു മിനി മോട്ടർ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു കാർ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ആ കാറ് ചിലപ്പോൾ ചെറിയ പയ്യനെ തല്ലി പൊട്ടിച്ച് അതിൽ നിന്ന് മോട്ടർ എടുത്തിട്ട് ഒരു ഫാൻ ഉണ്ടാക്കി നേരിക്കുക. അപ്പോൾ അവരെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ അതിന് നമുക്ക് ക്ലാപ്പ് ചെയ്യാം. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു. അച്ഛൻ പല സാധനങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ തല്ലി പൊട്ടിക്കും, അതിൽ നിന്ന് ഒരു സാധനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു സാധനങ്ങൾ ഉണ്ടാക്കും, ഫാൻ കറക്കും, മിക്സി ഉണ്ടാക്കും. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അമ്മയ്ക്ക് വീട്ടുകാരങ്ങനെ പറയും. അപ്പോൾ അതിലൊരു സന്തോഷം നമുക്ക്. ഇപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ എത്ര ആളുകൾ ജീവിക്കും. ഇപ്പോൾ കിഡ്നി പോകാറാവും, ഇനി ക്യാൻസർ വരും, ഇതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഉള്ളിടത്തോളം കാലം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഹോർമോൺസ് ഉണ്ടാക്കുക, മറ്റുള്ളവർ സഹായിച്ചിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വാൾനട്ട് കൊടുക്കുക. ഒരു നമ്മുടെ ഉച്ചഭക്ഷണത്തിന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 3 വാൾനട്ട് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, അധികം ചിലവൊന്നുമില്ല, കൊടുക്കുക നമുക്ക്. അവൻ്റെ മഗ്നീഷ്യം ലെവൽ കൂടട്ടെ. പിന്നെ ഇത്തിരി പംകിങ് സീഡ് ഒരു 20 നമ്പേഴ്സ് അല്ലെങ്കിൽ 15 നമ്പേഴ്സ് കൊടുക്കുക. അല്ലെങ്കിൽ സൂര്യകാന്തി വിത്ത് ഒക്കെ കൊടുക്കുക, ഒരു 20 നമ്പേഴ്സ് കൊടുക്കുക. പിന്നെ തലച്ചോറ് വളരട്ടെ. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുക്കുക, പിന്നെ പാല് കൊടുക്കുക. അതൊക്കെ നമുക്ക് വേണം. നമുക്ക് അങ്ങനെ ഇനി മാറാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യം മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകം മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പെരിഞ്ചേരി തൃശ്ശൂരൊക്കെ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ. നല്ലതല്ലേ? അപ്പോൾ നമുക്ക് പിള്ളേർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടക്ക ഫുട്ബോൾ അവരെ PT പീരീഡ് 2 മണിക്കൂറാക്കുക, 1 അവർ ഇട്ടിട്ട് 2 മണിക്കൂറാക്കുക. പിന്നെ അവർക്ക് ഇങ്ങനെ ഓരോ ക്രിയേറ്റിവിറ്റി, ഗിറ്റാറ്, ഡ്രംസ് ഇതൊക്കെ കൊണ്ടാക്കിയാൽ നമ്മൾ വേണ്ടിയിട്ട് കുറച്ച് മിനി മോട്ടറുകൾ കൊണ്ടാക്കിയാൽ, കുറച്ച് മൾട്ടിമീറ്റർ അവിടെ എടുക്കട്ടെ, ഇത്തിരി ഡയോഡ് കൊടുക്കട്ടെ, ഇത്തിരി മിനി മോട്ടർ കൊടുക്കട്ടെ, അല്ലെങ്കിൽ സോളാർ പാനൽ കൊടുക്കട്ടെ, PCB കൊടുക്കട്ടെ, LED ബൾബ് കൊടുക്കട്ടെ. അവർ ക്രിയേറ്റ് ചെയ്തിട്ട സാധനങ്ങളൊക്കെ സോൾഡർ ചെയ്തിട്ട് സോൾട്ടിങ്ങിന് കൊടുത്തൊരു സാധനങ്ങൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ അവർക്ക് ഇതുപോലെ ഓക്സിഡോസിന് 100% കയറി, അല്ലെങ്കിൽ സെറോട്ടോണിന് 100% കയറി, അവർ ഹാപ്പിയായി. പിന്നെ അവരുടെ ലൈഫ് അതിലേക്കായി അവരുടെ ശ്രദ്ധ. ഇപ്പോൾ നമ്മൾ എടുക്കുക CV രാമൻ എടുത്തു, അല്ലെങ്കിൽ അബ്ദുൽ കലാമിനെ എടുത്തു, അല്ലെങ്കിൽ ടെസ്ല, അല്ലെങ്കിൽ നമ്മുടെ ഐൻസ്റ്റീൻ, ഇവരൊക്കെ എടുത്തു, തോമസ് എഡിസൺ. ഇവരൊക്കെ അതിൽ അവരൊക്കെ ക്രീസ് കണ്ടെത്തിയത് എത്ര ഭൂമിക്കും നമ്മുടെ വരും തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ അവരുടെ ക്രീസ്. ഇപ്പോൾ ചന്ദ്രൻ അവിടെ 3 ലക്ഷത്തിൻ്റെ അപ്പുറത്തേക്ക് 2 കിലോമീറ്റർ ചന്ദ്രനിലേക്ക് എത്താൻ. അപ്പോൾ നീൽ ആംസ്ട്രോങ് അങ്ങനെ ചെയ്തു, അവിടെ കാലുകുത്തി. അതൊക്കെ അതിലത്തെ ഒരു ക്രൈസ് ഉണ്ടല്ലോ. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അതിപ്പോൾ ക്രിയേറ്റർ എന്ന് വെച്ചാൽ ദൈവം ഒരാളുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. തലച്ചോറിന് നിങ്ങൾ ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കുക, നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിച്ച് പോകാം. ഒരു യുദ്ധം വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മെക്കിട്ട് കയറുക വെച്ചാൽ നമുക്ക് തിരിച്ച് മെക്കിട്ട് കയറാമല്ലോ. ഒക്കെ മാന്യമായിട്ട് തന്നെ പോട്ടെ. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്ക് വരുന്ന അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇട്ട് ഒരു ഇതിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ പോകണം.
നല്ല രീതിയിൽ തന്നെ പോകണം. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ നമ്മൾ മാതൃഭാഷയെ നന്നായിട്ട് സ്നേഹിക്കണം. മാതൃഭാഷ എന്ന് പറയുമ്പോൾ ഒരു മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, മലയാളം തേർഡ് വരെ ആയിക്കോട്ടെ. പിന്നെ സോഷ്യൽ, പിന്നെ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ആക്കുക. നമ്മൾ കഷ്ടപ്പെടണം. ഇത്തിരി പാടുപെട്ടുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ തോന്നിയത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നി. അപ്പോൾ ശരി.